രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ വനിതാ ദിനം മാർച്ച് 8-ന് വന്നെത്തുന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സമത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് വനിതാ ദിനത്തിൽ നടന്നുവരുന്നത്. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 മാർച്ച് 8 വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ സമത്വമെല്ലാം പ്രാവർത്തികമാക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്നും പ്രസക്തി ഏറെയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 3 പ്രധാന മുന്നണികൾ എത്ര സ്ത്രീകൾക്കാണ് മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുന്നതെന്നും അവർ ആരൊക്കെയെന്നും നോക്കാം. കേരളത്തിലെ 20 സീറ്റുകളിലും LDF മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. NDA മുന്നണിക്ക് നേതൃത്വം നൽകുന്ന BJP 12 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. UDFൽ ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതേസമയം സിറ്റിംഗ് MPമാരെല്ലാം കളത്തിലിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുക. നിലവിലെ സാഹചര്യത്തിൽ 7 വനിതാ സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ജനവിധി തേടുമെന്ന് ഉറപ്പായിട്ടുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. CPM നേതാക്കളായ KK ശൈലജ, KJ ഷൈൻ, CPI ദേശീയ നേതാവ് ആനി രാജ, BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, നിവേദിത സുബ്രഹ്മണ്യൻ MLA അശ്വിനി, കോൺഗ്രസിൽ നിന്ന് ആലത്തൂർ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് എന്നിവർ. BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ നേതാക്കൾ ഇടം പിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ UDFൽ നിന്ന് ഇത്തവണ രമ്യ ഹരിദാസ് മാത്രമാകും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഏക വനിത. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ പാർലമെന്റ് അംഗവും രമ്യ ഹരിദാസാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളിൽ നിന്നും 2 വീതം വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു ജനവിധി തേടിയത്. CPMൽ നിന്ന് PK ശ്രീമതി ടീച്ചർ കണ്ണൂരിലും നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലും മത്സരിച്ചു. CPIയിൽ നിന്ന് വനിതകൾ ആരും മത്സരരംഗത്ത് ഉണ്ടായില്ല. കോൺഗ്രസിൽ നിന്ന് രമ്യ ഹരിദാസിന് പുറമെ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനും ജനവിധി തേടിയിരുന്നു. BJPക്കായി ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിലും VT രമ പൊന്നാനിയിലും മത്സരിച്ചു. ഇത്തവണ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിലെ പ്രധാന നേതാക്കളിലൊരാളുമായ KK ശൈലജ വടകരയിൽ നിന്നാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കെ നിപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാണ് KK ശൈലജ. പറവൂർ മുനിസിപ്പൽ കൗൺസിലറായ KJ ഷൈൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. CPM പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി ആറളം സ്വദേശിനിയാണ്. BJP സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത്. BJP ദേശീയ നിർവാഹക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ, BJP തൃശൂർ ജില്ലാ സെക്രട്ടറി, കേരള BJP കോർ കമ്മിറ്റി അംഗം, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിരവധി തെരഞ്ഞെടുപ്പുകളിലും ജനവിധി തേടി. പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി നിവേദിക സുബ്രഹ്മണ്യൻ പാർട്ടിയുടെ വനിതാ സംഘടനയായ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. 2016 ഗുരുവായൂർ മണ്ഡലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. 2021 സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. മഹിളാ മോർച്ച ദേശീയ കൗൺസിൽ അംഗവും മാഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ് കാസർകോട്ടെ BJP സ്ഥാനാർത്ഥി MLA അശ്വിനി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്കായി ജനവിധി തേടുന്ന ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണിവർ. ബംഗളൂരു മദനനായകഹള്ളി സ്വദേശിയായ അശ്വിനി 7 വർഷം വോർക്കാട്ടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായിരുന്നു. സിറ്റിംഗ് MPമാർ മത്സരിക്കുമെന്ന ധാരണ പ്രകാരം രമ്യ ഹരിദാസ് ഇത്തവണയും ആലത്തൂരിൽ നിന്ന് തന്നെയാകും ജനവിധി തേടുക. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല.
21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.